മൃഗസ്നേഹികൾക്ക് വീണ്ടും സുപ്രീം കോടതിയുടെ പരിഹാസം. നായ്ക്കളും പൂച്ചകളും ശത്രുക്കളാണ്, അതിനാൽ നമ്മൾ കൂടുതൽ പൂച്ചകളെ പ്രോത്സാഹിപ്പിക്കണം, അതായിരിക്കും പരിഹാരമെന്ന് ജസ്റ്റിസ് സന്ദീപ് മേത്ത. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ഒപ്പം ചേരുന്നു. നന്ദഗോപൻ, കഴിഞ്ഞ ദിവസം ഈ തെരുവ് നായ്ക്കൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന കാര്യം പറഞ്ഞ് പരിഹസിച്ചിരുന്നു സുപ്രീം കോടതി. ഇന്നിപ്പോൾ എന്താണ് പറയുന്നത്? കൃഷ്ണരാജ്, ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത, അതേപോലെ തന്നെ NV അഞ്ചാരി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ തെരുവുനായ വിഷയം പരിഗണിച്ചത്. ഇതിൽ ജസ്റ്റിസ് മേത്തയാണ് ഇത്തരത്തിൽ ഇന്നിപ്പോൾ വീണ്ടും ഒരു പരിഹാസവുമായി എത്തിയിരിക്കുന്നത്. ജസ്റ്റിസ് സന്ദീപ് മേത്ത വ്യക്തമാക്കിയത് ഈ നായ്ക്കളും പൂച്ചകളും ശത്രുക്കളാണ്, അതിനാൽ തന്നെ നമ്മൾ കൂടുതൽ പൂച്ചകളെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ് സന്ദീപ് മേത്ത വ്യക്തമാക്കിയിരിക്കുന്നത്. അതായിരിക്കും ഒരു പക്ഷേ ഈ തെരുവുനായ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമെന്നും അദ്ദേഹം പരിഹസിച്ചിരിക്കുകയാണ്. നേരത്തെ രാജ്യത്തെ തെരുവുനായ ശല്യം ബന്ധപ്പെട്ട കേസ് കഴിഞ്ഞ ദിവസം പരിഗണിക്കവേ സമാനമായ ഒരു പരിഹാസം ജസ്റ്റിസ് മേത്തയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഇനി തെരുവ് നായ്ക്കൾക്ക് കൗൺസിലിംഗ് നൽകാൻ മാത്രമേ ബാക്കിയുള്ളൂ എന്നായിരുന്നു ഈ ഒരു പരിഹാസം ഉണ്ടായത്. മാത്രമല്ല, ഈ തെരുവ് നായകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകനായിട്ടുള്ള കപിൽ സിബൽ വാദിച്ചത് തെരുവ് നായകൾ വലിയ രീതിയിലുള്ള രൂക്ഷമായ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ സംസ്ഥാനങ്ങൾക്ക് ഒരു കർശന താക്കീത് സുപ്രീം കോടതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ സുപ്രീം കോടതിക്ക് സംസ്ഥാനങ്ങൾ മറുപടി നൽകണമെന്നും ഇന്നലെ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോഴും തുടരുകയാണ്. മൃഗസ്നേഹികൾക്ക് വീണ്ടും സുപ്രീം കോടതിയുടെ പരിഹാസം. നായ്ക്കളും പൂച്ചകളും ശത്രുക്കളാണ്, അതിനാൽ നമ്മൾ കൂടുതൽ പൂച്ചകളെ പ്രോത്സാഹിപ്പിക്കണം. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.